ഇന്ന് ഫെബ്രുവരി 26 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന സിനിമകളുടേതടക്കം 7 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ബ്ലൂ സ്റ്റാർ എന്ന തമിഴ് സിനിമയാണ്. ചിത്രം ഈ ആഴ്ച തമിഴിൽ നിന്നും OTT റിലീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയാണ്. അശോക് സെൽവൻ നായകനെ എത്തുന്ന സിനിമ ഈ ആഴ്ച ഫെബ്രുവരി 29 തമിഴ് ഭാഷയിൽ തെൻകോട്ട, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ OTT കൺഫർമേഷൻ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മോളിവുഡ് സിനിമയാണ് റാണി. ഭാവന, ഹണി റോസ്, ഉർവശി, ഇന്ദ്രൻസ്, ഗുരു സോമസുന്ദരം തുടങ്ങി നിറയെ താരനിരയോടെ എത്തിയ ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി മനോരമ മാക്സിലൂടെ അടുത്തയാഴ്ച OTT റിലീസ് ചെയ്യുന്നതാണ്. ചിത്രം ഒരു പൊളിറ്റിക്കൽ സോഷ്യോ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മാർച്ച് 7-ാം തീയതി ആയിരിക്കും മനോരമ മാക്സിലൂടെ സിനിമ ലഭ്യമാകുക. അടുത്ത അപ്ഡേറ്റ് ഒരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിലൂടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്ന ഈ സിനിമയുടെ പേര്, ഇംഗ്ലീഷ് സിനിമയുടെ പേര് റോഡ് ഹൗസ് എന്നാണ്. ചിത്രം മാർച്ച് 21-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലായിരിക്കും പ്രൈമിലൂടെ സിനിമ OTT റിലീസ് ചെയ്യുക. നാലാമത്തേത് ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു തെലുഗു സിനിമ കൂടിയായ രവി തേജയുടെ ഈഗിൾ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ കേരളത്തിലെ മനോരമ മാക്സ്, സൈനപ്ലൈ പോലെയെല്ലാം തന്നെയുള്ള ഒരു തെലുഗു പ്രാദേശിക OTT പ്ലാറ്റ്ഫോമാണ് ETV വിൻ. ഇപ്പോഴത്തെ ആ പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 8-ാം തീയതി ഈഗിൾ എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ OTT പ്രഖ്യാപനം. ചിത്രത്തിന്റെ തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള ഡബ്ബ് പതിപ്പെല്ലാം തന്നെ പിന്നീട് ആമസോൺ പ്രൈമിലൂടെയും OTT റിലീസ് ചെയ്തേക്കും. ബൂട്ട് കട്ട് ബാലരാജു എന്നൊരു തെലുഗു സിനിമ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തെലുഗു ഭാഷയിൽ നിന്നും OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആഹാ തെലുഗു ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. 2024-ലെ മോളിവുഡ് സിനിമകളുടെ ഹിറ്റ് സ്റ്റാറ്റസിന് തുടക്കം കുറിച്ച സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. ജയറാം നായകനെ എത്തിയ മമ്മൂട്ടി കൂടി മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയുടെ ഒഫീഷ്യൽ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. കഴിഞ്ഞ ആഴ്ചയിലെ ലാലേട്ടന്റെ മലിക്കോട്ടെ വാലിബൻ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തതോടെ ഇനി അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനമാണ് അടുത്തതായിട്ട് വരേണ്ടത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് ഈ ആഴ്ച തന്നെ പുറത്തുവരും. ഒരു മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ OTT റിലീസ് അടുത്ത ആഴ്ചയായിരിക്കും. മാർച്ച് 8-ന് സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിന് പുറമെ 4 ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ്, 7-ാമത്തെ അപ്ഡേറ്റ്, ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത പ്രേമലുവിന്റെ OTT അപ്ഡേറ്റ് ആണ്. ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച സിനിമയുടെ OTT അവകാശങ്ങൾ നിലവിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അബ്രഹാം ഓസ്ലറിന് ശേഷം മലയാളത്തിൽ നിന്നും OTT റിലീസ് ചെയ്യുന്ന ഹോട്ട്സ്റ്റാറിന്റെ അടുത്ത സിനിമയായിരിക്കും പ്രേമലു. ചിത്രം മാർച്ച് അവസാനത്തോടെ ഈസ്റ്റർ പ്രമാണിച്ച്, അതല്ലെങ്കിൽ ഏപ്രിൽ മാസം വിഷു, ഈദ് പ്രമാണിച്ചായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുക. കാത്തിരിക്കൂ പ്രേമലു എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് തുടർന്ന് വരാനിരിക്കുന്ന ഒഫീഷ്യൽ OTT അപ്ഡേറ്റുകൾ കേട്ട്.